ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ. ശനിയാഴ്ച നല്ലൊരു ദിവസമായിരുന്നു. കുട്ടികൾക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, ഉഷാറായിട്ടിരിക്കണു. ഡിവൈന് നല്ല കോൾഡ് ഉണ്ട്, പക്ഷേ രാത്രി ആയപ്പോഴേക്കും ഒക്കെ മാറി കേട്ടോ. പിന്നെ നമ്മുടെ പിള്ളേർസ് ഇന്ന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല ഉഷാറായിട്ട് മൂന്നാളും കളിയും എന്താ പറയുക അവരുടേതായ കാര്യങ്ങളായിട്ട് എൻഗേജ്ഡ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ. അങ്ങനെ രാവിലെ എണീറ്റു. പതിവുപടി ഞാൻ രാവിലെ എണീക്കുമ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ എന്താ പറയുക എന്തെങ്കിലും കാണിക്കാൻ എന്നുള്ള രീതിയിലല്ല, ഞാൻ എല്ലാ ദിവസവും എണീക്കുമ്പോൾ മുറ്റത്ത് വന്ന് എല്ലാതും ഒന്ന് നോക്കി പിന്നീടാണ് ഞാൻ പിന്നിലേക്ക് പോവുക. അത് നിങ്ങൾക്ക് നമ്മളുടെ വീഡിയോ തുടങ്ങിയ സമയം തൊട്ടറിയാം. അപ്പോൾ അത് ഞാൻ നിങ്ങൾ വിചാരിക്കും ഇന്നെന്താ എടുത്ത് പറയണേന്ന്. അപ്പോൾ അതിന് എന്തെങ്കിലും കാരണം ഉണ്ടാവുമെന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. കാരണം കുറച്ച് പേരുടെ ഒരു വിചാരമുണ്ട് നമ്മൾ ആരെയോ കാണിക്കാനാണ് എന്തൊക്കെയോ ചെയ്യണേന്നുള്ളത്. അപ്പോൾ അതല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. കാരണം എൻ്റെ വീഡിയോസ് എന്നും കാണുന്നവർക്കറിയാം, ഞാൻ എന്നും ചെയ്യുന്ന കാര്യമാണ്. നടയിൽ മെഴുകുതിരി കത്തിച്ചതിന് ശേഷം ഫ്രണ്ടിലത്തെ ഡോറ് തുറന്ന് ആദ്യം നമ്മുടെ അരയന്നങ്ങളായിരുന്നു മുമ്പിൽ. ഇപ്പോൾ അരയന്നങ്ങൾ മാറി വണ്ടികൾ വന്ന് കിടക്കും. എന്നാലും മുറ്റത്ത് ഒന്ന് നോക്കി മൊത്തം ഒന്ന് നോക്കിയിട്ടാണ് ഞാൻ അകത്തേക്ക് കയറുക. അങ്ങനെയാണ് എൻ്റെ ഒരു ദിവസം തുടങ്ങുക. അപ്പോൾ അത് ഇനി വിമർശിക്കുന്നവർ ഉണ്ട്, പക്ഷേ അത് ഞാൻ എന്താ പറയുക മുഖവിലേക്ക് എടുക്കില്ല. കാരണം നമ്മളുടേതായ ഒരു രീതിയുണ്ട്, നമ്മളുടേതായ ഒരു കാര്യമുണ്ട്. അത് ഒന്നോ രണ്ടോ ആൾക്ക് വേണ്ടി നമ്മൾക്ക് മാറ്റി വയ്ക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ രാവിലെ പതിവ് പോലെ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മൾ പറയാറുണ്ടല്ലോ പെട്ടെന്ന് എന്തെങ്കിലും എടുത്ത് കഴിക്കുക എന്നുള്ളത്. അപ്പോൾ ഇന്ന് നൂഡിൽസാണ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും അപ്പുറത്ത് നിൽക്കുമ്പോൾ ഒരാളെ കാണാനില്ല, നമ്മുടെ ചാക്കോച്ചൻ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ണ് തെറ്റിയ ഫിഷ് ടാങ്കിൽ പോയിട്ട് കൈയിടുക, അതാണ് അവൻ്റെ മെയിൻ പണി. അപ്പോൾ ഇന്ന് കണ്ടത് അവിടെ ഉപ്പ് ഇരിക്കുന്നതാണ്. അപ്പോൾ അതെടുത്ത് വെള്ളത്തിലിട്ടില്ല ഭാഗ്യത്തിന് കേട്ടോ. അത് കഴിഞ്ഞ് ചാക്കോവും പാച്ചുവാണ് അതിൻ്റെ ആൾക്കാർ കേട്ടോ. അങ്ങനെ അവൻ്റെ അകത്ത് ഒന്നും അറിയാത്ത പോലെ വന്ന് എൻ്റെ മുമ്പിൽ ഡാൻസ് കളിക്കാണ്ടിരുന്നിട്ട് കേട്ടോ. അതായത് ഞാനൊന്നും അറിഞ്ഞില്ല എന്നുള്ള അർത്ഥത്തിൽ ഒരു എന്താ പറയുക കുട്ടി കുറുമ്പനാണ്. അപ്പോൾ കുറേ പേര് പറയും ചാക്കോച്ചൻ്റെ കുറുമ്പും കളിയും കാണാനാണ് ഞങ്ങൾ ഈ വീഡിയോ കാണുന്നതെന്ന് കേട്ടോ. അപ്പോൾ അങ്ങനെ രാവിലെ ഞാൻ അലക്കാനിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ തുണികളൊക്കെ തോരയിടാനായിട്ട് എടുത്തു. അപ്പോൾ രാവിലത്തെ ചെറിയ പരിപാടികൾ കഴിയുമ്പോഴാണ് ഞാൻ തുണികൾ തോരയിടാനെടുക്കുക. അതുവരെ അവിടെ കിടന്നോട്ടെ എന്ന് വിചാരിക്കും കേട്ടോ. അങ്ങനെ തുണികളൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ പതുക്കെ മുറ്റത്തേക്ക് ഇറങ്ങി. കാരണം പിള്ളേർ രണ്ടുപേരും കിച്ചണിലുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലേ കുറേ നാളുകളായിട്ട് എനിക്ക് കിച്ചണിൽ അങ്ങനെ ഒന്ന് പെരുമാറേണ്ട ഒരു ആവശ്യം വരുന്നില്ല കേട്ടോ. അപ്പം ഞാൻ ഇന്ന് പിന്നെ നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് പാക്കിങ് രാവിലെ മാത്രമേ ഉള്ളൂ. ഇനി പിന്നേക്ക് നാളേക്കുള്ള സംഭവങ്ങളൊന്നുമില്ല. ഇനി തിങ്കളാഴ്ചക്കല്ലേ വേണ്ടു. അപ്പോൾ എനിക്ക് എപ്പോഴും ഒരു ദിവസം അവധി കിട്ടുമ്പോൾ ഞാൻ പറയാറില്ല എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഞാൻ അധിക ഭാഗം ഇവിടെയാണ് നിൽക്കുക. അപ്പോൾ ഇങ്ങനെ ഓരോ ചെടികൾ പറിച്ച് നട്ട് ഇത് നല്ല ഭംഗിയായിട്ടോ. 2 ചട്ടിയിലായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ അത് ഒന്നിച്ച് വെച്ചു. അതുപോലെ ഇതൊക്കെ ഇന്ന് ഞാൻ പറിച്ച് നട്ട ചെടികളാണ് കേട്ടോ. അപ്പോൾ അതെല്ലാതും ഓരോ വശങ്ങളിലാക്കി വെച്ച് അങ്ങനെ കുറച്ച് പണികളുണ്ടായിരുന്നു ഇന്ന്. ഗാർഡൻ പുറത്ത് തന്നെയായിരുന്നു എൻ്റെ അധിക ഭാഗം പണികൾ കേട്ടോ. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ഈ ചെടികൾ നടുക, വീട് ഒതുക്കുക എന്നുള്ള സംഭവം. അപ്പോൾ നമുക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യങ്ങളാണല്ലോ നമ്മൾ ഒഴിവ് കിട്ടുന്ന സമയത്ത് ചെയ്യുക. അപ്പോൾ ചില ആൾക്കാർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒഴിവ് കിട്ടുമ്പോൾ ഇഷ്ടം പരദൂഷണമാവും, ചിലവർക്ക് ഇഷ്ടം ഫോൺ വിളിച്ച് നേരം കളയാനും, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ മറ്റൊരു കൂട്ടരുണ്ട് കേട്ടോ, അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള അവരുടെ മെയിൻ ഹോബി എങ്ങനെയാണെന്ന് വെച്ചാൽ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് ഓരോ എന്താ പറയുക വീഡിയോസിൻ്റെ അടിയിൽ പോയിട്ട് ഓരോ കമൻസ് ഇടുക. അത് നല്ലതൊന്നും ആവില്ല, അവർക്ക് എപ്പോഴും അവർ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നവരാവും. അപ്പോൾ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കമൻസ് ഇട്ട് അത് അവർക്കൊരു സന്തോഷമാണ്. പിന്നെ ഇവരെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഗുണമുള്ളത് നെഗറ്റീവ് കമൻസ് മാത്രമേ ഇടുള്ളൂ. ഒരു ബർത്ത്ഡേ വന്നാലോ വേറെ എന്തെങ്കിലും ആവശ്യം വന്നാലോ ഒന്ന് വിഷ് ചെയ്യാനുള്ള മര്യാദ പോലും കാണിക്കാറില്ല കേട്ടോ. അങ്ങനെ പിള്ളേരുകൾ എന്താ പറയുക കളിയും തല്ലൂട്ടവും ബഹളവും ഒക്കെ ആയിട്ട് ഇങ്ങനെ മുന്നിലേക്ക് പോകും. അപ്പോൾ പാച്ചുവിനെ ഓച്ചൊന്ന് വഴക്ക് പറഞ്ഞപ്പോൾ നമ്മുടെ ചാക്കോച്ചൻ സമാധാനിപ്പിക്കുന്നതാണ് കേട്ടോ. ചാക്കോച്ചൻ ഞാൻ ചോദിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവനെന്തോ ഇടയ്ക്കിടയ്ക്ക് ഓരോ വാക്കുകൾ ഇങ്ങനെ പെട്ടെന്ന് പറയും. അപ്പോൾ ഇന്ന് അറിയാണ്ട് ഞാൻ ചോദിക്കാം എന്നൊരു വാക്ക് പറഞ്ഞു. പിന്നെ അവന് തന്നെ നാണായി. അവൻ ഓടി അങ്ങോട്ട് പോയിട്ട് അപ്പോൾ തോമ് ഒന്നിരിക്കില്ല. തോമ് മിണ്ടാണ്ട് അവിടെ പോയി കിടക്കുകയാണ്. അവനെങ്ങനെയാണെന്ന് വെച്ചാൽ ചില സമയത്ത് ഒരു കളിയും ബഹളമൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ മിണ്ടാണ്ട് ഒരു സ്ഥലത്ത് പോയിട്ട് അവിടെ കിടക്കും. അങ്ങനെ ഊണ് കഴിഞ്ഞിട്ട് അമ്മയും മക്കളും കയറുകയാണ് കേട്ടോ. അപ്പോൾ ഡോണും വന്ന് ഭക്ഷണം കഴിച്ച് പോയി. അപ്പോൾ കുറേ നേരം അങ്ങനെ ഞങ്ങൾ ഇരുന്നിരുന്ന് സംസാരിച്ച്
പിന്നെ ദേ നമ്മളുടെ ഡാഡി വന്നപ്പോൾ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ കഴുകി, അപ്പോൾ ഡിവൈൻ മുന്തിരിയൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഫ്രൂട്ട്സ് നമ്മുടെ കാളത്തോട് നിന്നാണ് നമ്മൾ വാങ്ങിക്കുന്നത് കേട്ടോ. അപ്പോൾ തൃശ്ശൂർക്കാർക്ക് വേണമെങ്കിൽ എന്താ പറയുക, തൃശ്ശൂർക്കാർക്ക് എല്ലാ പരിസരത്തുള്ളവർക്ക്, അപ്പോൾ നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ അവർ തന്നെ കട്ട് ചെയ്ത് ബോക്സിലാക്കി തരും. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്ന പോലെ തന്നെയാണ്. പുതിയതായിട്ട് അവർ തുടങ്ങിയതാണ് കേട്ടോ. അപ്പോൾ പപ്പക്കായൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റൊക്കെ കളഞ്ഞ് അതിന് അവർ തൂക്കം. അപ്പോൾ എപ്പോഴും നല്ലത്, ഇപ്പോൾ നമ്മൾ ചിക്കനൊക്കെ നന്നാക്കി കൊണ്ടുവരുന്നില്ലേ, അതേപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ കൊണ്ടുവരുന്ന കൂട്ടത്തിൽ ഡാഡി ചിക്കൻ്റെ ഇതും കാലും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവർക്കുള്ളത് കുറച്ച്. പിന്നെ ഇനിയിപ്പോൾ ഞായറാഴ്ചയല്ലേ നാളെ, അപ്പോൾ നാളെ മാർക്കറ്റിൽ പോകുമ്പോൾ വാങ്ങിക്കാലോ വെച്ചിട്ട് മാർക്കറ്റിലേക്ക് പോകണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എല്ലാതും ഒരുവിധം സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ അതൊക്കെ പാത്രങ്ങളിലാക്കി ഫ്രിഡ്ജിലാക്കി വെച്ചു. പിന്നെ ഞാൻ ഒരേ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന പാത്രങ്ങളും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചു. അപ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ ഒരു കാക്ക വന്നിരിക്കണം. അപ്പോൾ ഇതിലൊരു കുട്ടി എപ്പോഴും പറയും എനിക്ക് അന്ധവിശ്വാസം കൂടുതലാണ്. വിശ്വാസവും തമ്മിൽ എന്താ പറയുക, എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു സംഭവം. അന്ധവിശ്വാസം എന്നുള്ളൊരു വിശ്വാസം ഉണ്ടെന്ന്. ഓരോരുത്തർക്കും ഓരോ വിശ്വാസം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ കാക്ക ഇടയ്ക്ക് ഇങ്ങനെ വരും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഒന്നെങ്കിൽ പട്ടികളുടെ കൂട്ടിൽ നിന്ന് എന്തെങ്കിലും കഴിക്കാനോ. അപ്പോൾ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ നിന്നൊന്നും അവർക്ക് കിട്ടാറില്ല. അവിടെ നെറ്റ് വെച്ചടിച്ചു കാക്ക കടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ ഒരു ഉരുള ചോറോ എന്തെങ്കിലും പുറത്തേക്ക് ഇട്ട് കൊടുക്കും കേട്ടോ. അവരെന്തെങ്കിലും കഴിച്ചോട്ടെ വെച്ചിട്ട്. നമ്മൾ ഒരു അന്നം കൊടുക്കണതല്ലേ, വേറെ ഒന്നും അല്ലല്ലോ. അല്ലാണ്ട് എന്താ പറയുക, അത് വേറൊരു അന്ധവിശ്വാസമായിട്ട് ഇനി പറഞ്ഞു വരുന്ന കുട്ടികളല്ല, ഒരു കുട്ടിയുണ്ട്. പക്ഷെ അത് ആ കുട്ടി പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ ഇന്ന് പാവർട്ടി പെരുന്നാളാണ്. അപ്പോൾ ഈ കാക്കയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, ഞങ്ങൾ പാവർട്ടിയിലായിരിക്കുമ്പോൾ ഊട്ടുശാലയുടെ ബാക്കിലായിരുന്നു നമ്മൾ താമസിച്ചിരുന്നത്. അപ്പോൾ അവിടെ തിണ്ണയുള്ള പണ്ടത്തെ വീടാണ്. അപ്പോൾ നമ്മളെപ്പോഴും അതെ, ഡിമ്പിൾ കുഞ്ഞിലേ തൊട്ട് ഇങ്ങനെ ഉരുള അവിടെ പുറത്ത് വെച്ച് കൊടുക്കും. അപ്പോൾ കാക്ക വന്ന് തിന്നും. അന്നത് കാണുമ്പോൾ ഒരു രസമായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോഴും തരം കിട്ടിയ ഡിമ്പിൾ കാക്കയെ കണ്ടാൽ ചോറ് വെച്ച് കൊടുക്കും. അതെന്തോ അവൾ കുഞ്ഞിലേ തൊട്ട് അതങ്ങോട്ട് അങ്ങനെ എന്തോ അവൾക്ക് അങ്ങനെ തോന്നിയിട്ട് ചെയ്യണതാട്ടോ. അപ്പോൾ ഞാനതാ പറഞ്ഞത്, നമ്മളൊരു നേരം ഒരു എന്താ പറയുക, പക്ഷിക്കോ മൃഗത്തിനോ ഒരു ഭക്ഷണം കൊടുക്കുന്നത് അതൊരു അന്ധവിശ്വാസമൊന്നുമല്ല. നമ്മൾക്ക് പറ്റാവുന്നത് നമ്മൾ പറയില്ലേ, വേനൽക്കാലത്ത് നമ്മൾ പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുക്കുമെന്ന് പറയില്ലേ. അപ്പോൾ അതവർക്ക് കുടിക്കാൻ വേണ്ടിയിട്ടാണ്, ദാഹം തീർക്കാനും വിശപ്പ് തീർക്കാനാണ്. അല്ലാണ്ട് അതിലൊരു അന്ധവിശ്വാസം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഞാൻ അവിടുത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനിവിടേക്ക് ഒന്ന് ഒതുക്കി. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കുട്ടികൾ വരുമ്പോൾ ഉച്ചയാകുമ്പോഴേക്കും ഒരു ഒതുക്കലുണ്ട്. അപ്പോൾ കാറൊക്കെ അവർ പാർക്ക് ചെയ്ത് വെച്ചിട്ടാണ് പോയേക്കണത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ സെറ്റ് ചെയ്യുമെന്ന് തലോണകളൊക്കെ താഴ്ത്താണ്. അപ്പോൾ അതൊക്കെ എടുത്ത് ഞാൻ കയറ്റി വെച്ചു. ഞാൻ എന്നിട്ട് നമ്മളുടെ ബിസിനസ്സിൻ്റെ ആവശ്യത്തിലേക്ക് വേണ്ടിയിരുന്നു കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ഇതിൽ കണ്ടമാന ഫോട്ടോസും കാര്യങ്ങളും ഉൾപ്പെടുത്തണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എന്തോ ഞാൻ ഈ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ മൈൻഡ് വേറൊരു രീതിയിലായപ്പോൾ ഞാൻ പിന്നെ അത് മറന്നുപോയി, മനസ്സിൽ നിന്ന് അങ്ങോട്ട് വിട്ടുപോയിട്ടോ. എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ക്ലിപ്പ് ബാംഗിൾസ് നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഇത് പുതിയത് പ്ലേറ്റ് ചെയ്ത് വന്നതാണ്. അപ്പോൾ ഞാനത് റീസ്റ്റോക്ക് ചെയ്തപ്പോൾ വീണ്ടും കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ റെഡും ഉണ്ട്, റൂബിയുണ്ട്. അത് കൂടാണ്ട് ഡബിൾ, ഇത് ഇങ്ങനത്തെ ലവ് ആണെങ്കിൽ മറ്റേത് കുറച്ച് വീതിയിലുള്ളത് കണ്ടോ, ഇങ്ങനെയുള്ളതാണ്. അപ്പോൾ ഇത് 2 പാറ്റേണാണ് ഇപ്പോൾ പുതിയത് വന്നിട്ടുള്ളത്. രണ്ടും നല്ലതാണ്, റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇത് പുതിയതാണ്, മറ്റേത് റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു നമ്മളുടെ നവരത്നം പോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ പോണത് ഈ പേളാണ്, മീഡിയം സൈസ് പേള്. അപ്പോൾ ഇതും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ കണ്ടമാനം കുട്ടികളോട് ഇല്ല എന്ന് പറയണ്ട, ഇല്ല എന്നല്ല, സ്റ്റോക്ക് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്, ആവശ്യമുള്ളവർക്ക് പറയാം. ഇത് നമ്മളുടെ ഫൈബറിൻ്റെ വളയാണ് കേട്ടോ. കുറേ മുമ്പുണ്ടായിരുന്നു, എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ റീസ്റ്റോക്ക് ചെയ്ത് വന്നതാണ്. പക്ഷേ ഈ സ്റ്റോക്കിൽ വന്നതിൽ ഒരെണ്ണം 2.6 ഇനി ബാക്കി. പിന്നെ 2.4 പിന്നെ 2.2 അപ്പോൾ ഇത് ഒക്കെ 2.4. പിന്നെ 2.2 ഉള്ളത്. 2.2 ബ്ലാക്കും 2.4 ഗ്രീനും മാത്രമേ ഉള്ളൂ. വലിയ സൈസേ ഇല്ല. ഒരെണ്ണം ഗ്രീൻ ഉള്ളത് 2.6, ആ ഒരെണ്ണം തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനത് ഇതിപ്പോൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നാളെ വീഡിയോ കാണുമ്പോൾ തൊട്ട് എൻക്വയറി വരും. അപ്പോൾ ഒരെണ്ണേ ഉള്ളൂ എന്നുള്ളത് എന്താ പറയുക, മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ ചോദിക്കാൻ. അതും 2.6 ഒരെണ്ണം, പിന്നെ 2.4 പിന്നെ 2.2 ബ്ലാക്ക് ഉള്ളത് മുഴുവൻ 2.2 കേട്ടോ. നല്ല വളയാണ്. ഞാൻ കുറേ കാലങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ വള. എനിക്ക് തോന്നുന്നു ഒരു 10 വർഷം പോരാ എൻ്റെ കയ്യിൽ ഇതുണ്ട്. പക്ഷേ എനിക്കിതുവരെ പ്ലേറ്റ് ചെയ്യേണ്ടിയൊന്നും വന്നിട്ടില്ല. എന്തോ എനിക്കറിയില്ല, നല്ല ഒരു വളയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ കണ്ടമാനം നമ്മളുടെ കയ്യിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. ഒരാൾ പോലും റീപ്ലേറ്റിങ്ങിന് ഇപ്പം എന്നോട് പറഞ്ഞിട്ടില്ല. ഇപ്പം നമ്മൾ 4 വർഷമായി ഞാൻ ഓൺലൈനിൽ തുടങ്ങിയിട്ട്. പക്ഷേ
ഇന്ന് വരെ ഒരാൾ റീപ്ലേറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഇത് തന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നാണല്ലോ. അങ്ങനെ ഇതൊക്കെ ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തന്നെ പച്ച വേണമെങ്കിൽ നമ്മുടെ നാഗപടത്തിൻ്റെയൊക്കെ സെറ്റിൻ്റെ കൂടെ വേണമെങ്കിൽ ഉപയോഗിക്കാം. ട്രഡീഷണൽ അല്ലെങ്കിൽ പോലും സെയിം കളറാണ് കേട്ടോ. അങ്ങനെ ഞാൻ ശരിക്ക് സമയമായപ്പോൾ ചായ വെച്ചു. ചായ വെച്ചപ്പോൾ എനിക്ക് ചെറുതായിട്ട് ഞാൻ ഉച്ചയ്ക്ക് വളരെ കുറച്ച് ഭക്ഷണമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിച്ചപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ വയറ് നിറച്ച് ഭക്ഷണമൊന്നും കഴിക്കാറില്ല കേട്ടോ. അപ്പം ഞാൻ ചപ്പാത്തി ഉണ്ടായിരുന്നു അവിടെ. അപ്പം 4 എണ്ണം എടുത്തിട്ട് ഞാൻ പറയാറില്ല എനിക്ക് ചപ്പാത്തി കീറിയിട്ട് പൂരി ഉണ്ടാക്കുന്നത് വലിയ ഇഷ്ടമാണ്. അതങ്ങനെ വെറുതെ കടിച്ച് തിന്നാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ. അത് കറി ഉണ്ടായാൽ പോലും ഞാൻ വെറുതെ അത് കടിച്ച് കഴിക്കാറ് പതിവ്. അങ്ങനെ സമയം 4:30. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ എനിക്ക് പോവാറായിട്ടുണ്ട്. ബിസ്മിയിലേക്ക് ഒന്ന് പോവാറായിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ ഇല്ല എന്ന് നോക്കിയിട്ടല്ലേ നമ്മൾ പോവുക. അപ്പോൾ ഇന്നലെ ഞാൻ തുടങ്ങി വെച്ചു, പക്ഷേ അവസാനിപ്പിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു കള്ളി എടുത്തു ഒതുക്കാനായിട്ട്. അപ്പോൾ റസ്ക്കും ഗ്ലൂക്കോസ് ബിസ്ക്കറ്റും മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ടിന്നുകളൊക്കെ കാലിയാട്ടോ. ഇത് മുഴുവൻ കാലി ടിന്നുകളാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ ആഴ്ച പോയല്ലോ. പിന്നെ പോയപ്പോൾ വാങ്ങിച്ചതൊക്കെ സ്വീറ്റ്സ് ആയിരുന്നല്ലോ. അപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ കുട്ടികൾ ക്ലാസ്സിൽ പോകുമ്പോൾ അങ്ങനെ അവരായിട്ടൊന്നും കഴിക്കാറില്ല. പിന്നെ കുഴലപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇത് കോൺഫ്ലേക്സ് പല ഫ്ലേവറിലുള്ളതാണ്, കുട്ടികൾക്കുള്ളതാണ്. അപ്പോൾ അത് എന്താ പറയുക, പെട്ടെന്ന് കാണുമ്പോൾ വിചാരിക്കും എന്താണെന്നൊക്കെ മില്ലറ്റ്സിൻ്റെയാണ് കേട്ടോ. പിന്നെ ഇത് ലെമൺ ജ്യൂസ് ഞാനങ്ങനെ ഓൺലൈനിൽ നിന്ന് വരുത്തിച്ചതാണ്. മുമ്പ് എനിക്ക് ബിഗ് ബസാറിൽ നിന്ന് എപ്പോഴും കിട്ടാറുണ്ട്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ അത്യാവശ്യം എന്തെങ്കിലും പെട്ടെന്ന് ലൈം ജ്യൂസ് ആവശ്യമുള്ള സമയത്ത് സാലഡ്സൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ചെറുനാരങ്ങ സ്റ്റോക്ക് ഉണ്ടാവില്ല. ചിലപ്പോൾ ഒരു ചെറിയ പീസിന് വേണ്ടിയിട്ട് ഒരെണ്ണം മുറിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഉപയോഗിക്കാനായിട്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ ലൈം ജ്യൂസ് നമ്മൾ ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും. മുമ്പ് ബിഗ് ബസാറിൽ സ്ഥിരം കിട്ടിയിരുന്നു കേട്ടോ. സെയിം ഇതുപോലത്തെ ഒരു കുപ്പി തന്നെയാണ്. അപ്പോൾ ഞാൻ സ്റ്റോക്കുകളൊക്കെ നോക്കി അതാത് ബോക്സുകളിലേക്ക് ഒരുമിച്ചാക്കി കൊടുത്തു. അവിടെ ഇവിടെയും കിടക്കുമ്പോൾ കുട്ടികൾക്ക് അതിലും എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവിടെ നിന്നൊക്കെ എടുത്ത് ഓക്കെ. അപ്പോൾ ഇന്നലെ മറ്റേ ബിരിയാണി അരി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ജീരകശാല എടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച. അപ്പോൾ ഞാൻ വേഗം ബിരിയാണി അരി ഇവിടെ ഉണ്ടായിരുന്നു, അതൊക്കെ പൊട്ടിച്ചിട്ടു. അപ്പോൾ നിങ്ങൾക്കറിയാം പൊട്ടിച്ചിടുന്ന പരിപാടി എനിക്കുള്ളതാണ്. അപ്പോൾ ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ പാട്ട് വെച്ചിട്ടാണ് ഇരിക്കുന്നത്, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഞാൻ ടോപ്പ് സിംഗറും ഏഷ്യാനെറ്റൊക്കെ മറ്റേ എന്താ പറയുക ഐഡിയ സ്റ്റാർ സിംഗറൊക്കെ ഉള്ള കാരണം ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ വെച്ച് ഓരോ പണികളെടുക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഉറക്കവും വരില്ല. പാട്ട് കേട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ പണികളും നടക്കും. വേറെ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാൻ നമുക്ക് നേരവും കിട്ടില്ല. കുറേ പേർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ വീട്ടിൽ ചോറും കറിയും വെച്ച് തുണി അലക്കുക ഇത് മാത്രമാണ് ഒരു വീട്ടിലെ പണിയെന്ന് വിചാരിക്കുന്ന കുറേ പേരുണ്ട്. ആ വീട്ടിൽ അവരോട് നമ്മൾ ചോദിച്ചാൽ പറയും പണികളൊക്കെ കഴിഞ്ഞു എന്ന് പറയും. സത്യം പറഞ്ഞാൽ ഒരു വീട്ടിലും പണികൾ കഴിയുന്ന സമയം ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള ഇഷ്ടം പോലെ കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ കൺമുമ്പിൽ തന്നെ ഉണ്ടാവും. തിരിച്ച് അതൊന്നും പണിയല്ല, എനിക്ക് കുറേ വേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് വിചാരിച്ചിട്ട് ഒന്ന് അപ്പുറത്തെ വീട്ടിൽ പോവുക, അല്ലെങ്കിൽ ഒന്ന് ഫോൺ ചെയ്തിരിക്കുക, അല്ലെങ്കിൽ ആ ഫോണിൽ നോക്കിയിരിക്കുക. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മുടെ പണികളൊക്കെ വേഗം കഴിയും. കാരണം ഒരു ചോറും കൂട്ടാനും വെക്കുക, ഇടാനുള്ള വസ്ത്രം അലക്കുക, അത് കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു. സത്യത്തിൽ അത്രയേ ഉള്ളൂ ഒരു വീട്ടിൽ പണി. പക്ഷേ നമ്മളുടെ വീട് നമ്മൾക്ക് എന്താ പറയുക ഒരു ദേവാലയം പോലെ കൊണ്ട് നടക്കണമെങ്കിൽ നമ്മൾ കുറച്ച് മെനക്കെടണം. കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് നീക്കി നമ്മളുടേതായ ഇൻട്രസ്റ്റ് എന്താ പറയുക ഒരു ഇഷ്ടം വേണം. അപ്പോൾ ഞാനിത് ഒതുക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് കോളിംഗ് ബെൽ അടിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഒരു ഫാമിലി ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പോൾ അവർ വന്നപ്പോൾ ഈ മാമ്പഴം കൊണ്ടുവന്ന് നല്ല കുളുമ്പ് മാങ്ങ കേട്ടോ. അപ്പോൾ ഡിവൈൻ അതെടുത്തിട്ട് ജ്യൂസ് അടിച്ചു. അത് കഴിഞ്ഞ് കസ്റ്റേർഡ് പോലെ ജ്യൂസിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പീസുകൾ നമ്മൾ ബോൾ ഗ്രേപ്സ് ഉണ്ടാക്കില്ലേ അതേപോലെ തന്നെ മാംഗോ കുഞ്ഞു കുഞ്ഞ് സ്ലൈസാക്കിയിട്ട് ജ്യൂസിലിട്ടിട്ട് ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. കുളുമ്പ് മാങ്ങയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് സദ്യ അവിടെ ഇല്ലുമ്പോൾ തുണികളൊക്കെ എടുത്ത് അകത്ത് കൊണ്ടിട്ടു. അപ്പോൾ അവരൊരു മണിക്കൂറോളം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. എനിക്ക് എന്താ പറയുക ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ഫാമിലിയാണ്. അപ്പോൾ മമ്മിയും 2 മക്കളും കൂടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവർ പോണോട് കൂടിയിട്ടാണ് ശരിക്കും നടയിലത്തെ ലൈറ്റ് ഞാൻ ഇട്ടത്. അപ്പോൾ ആ മോളും അകമൊക്കെ ഒന്ന് എന്താ പറയുക എന്നും കാണുന്ന വീഡിയോ അല്ലേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമായിട്ടാണ് പോയത് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് വന്ന് അപ്പോൾ കുട്ടികൾ ആരും എണീറ്റുണ്ടായിരുന്നില്ല. തിരിച്ചത് ഇവിടെ വന്നപ്പോൾ ഇവിടെ നല്ല മേളാണ്, ചാക്കോച്ചൻ്റെ വക ഡാൻസാണ് കേട്ടോ. അപ്പോൾ എന്നെ വിളിച്ച് കാണിച്ചു തരാം ഡിവൈൻ. കുറച്ച് നേരമായി ഉണ്ടായിരുന്നു തുടങ്ങിയിട്ട്. അപ്പോൾ കിച്ചണിലെ സ്പീക്കർ വെച്ചിട്ട് ഭയങ്കര ഡാൻസാണ് മൂപ്പര്. അപ്പോൾ ഫുൾ ടൈം. അപ്പോൾ ഞാൻ പറയും ഇത് അപ്പോൾ ഡിവൈനും അതെ ഡാൻസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള കുട്ടിയായിരുന്നു ചെറുപ്പത്തിലെന്ന് പറയും. ഡിമ്പിളും ആ കൂട്ടത്തിലാണ്. ഡോണും ഒരു പരിധി വരെ അവനും ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുഞ്ഞിലെ കേട്ടോ.
അപ്പം ഞാൻ പറയും ആ ഒരു ഇൻട്രസ്റ്റാന്ന് പറയും. തോമു എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാത്തിനും ഡാൻസ് ചെയ്യില്ല, അവന് തോന്നിയാൽ മാത്രമേ ചെയ്യുള്ളൂ. ഇവൻ അങ്ങനെയല്ല, ഫുൾ ടൈം ഇതാണ് അവൻ്റെ മെയിൻ പണി കേട്ടോ. ഈ ഡാൻസ് കളിയും ഒളിച്ചുകളിയാണ് അവൻ്റെ മെയിൻ സംഭവം. അപ്പോൾ ഇന്ന് രാത്രി ചപ്പാത്തി ആയിരുന്നു കേട്ടോ. ചപ്പാത്തിക്ക് ഇന്ന് മുട്ട തിളപ്പിച്ചതാണ്. അപ്പോൾ ഇന്ന് ശനിയാഴ്ച ആയോട് കൂടിയിട്ട് നമ്മുടെ ചിക്കൻ ബീഫ് കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ അവസാനിച്ച് ഇന്ന് ഉച്ചയ്ക്കാണ് ബീഫ് എടുത്ത് ഫ്രൈ ചെയ്തത്. അപ്പോൾ അതോടുകൂടി കഴിഞ്ഞപ്പോൾ ഇന്ന് മുട്ട എടുത്തിട്ട് മുട്ട തിളപ്പിച്ചതും ചപ്പാത്തി ആയിരുന്നു കേട്ടോ. പിന്നെ സാലഡും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വെണ്ടക്കായ ഉപ്പേരിയും കൂടി ഉണ്ടായിരുന്നു ഉച്ചയിലത്തെ ബാക്കി. അപ്പോൾ ഒരു നേരം ഒരു ഉപ്പേരി എന്ത് തന്നെയായാലും കഴിക്കണമെന്ന് പറയും, കുട്ടികൾ നിർബന്ധിക്കും. അപ്പോൾ സാലഡ് ഉണ്ടെങ്കിലും മിക്കവാറും ഞാനൊരു ഉപ്പേരിയും കൂടി എന്തെങ്കിലും പച്ചക്കറിയും കൂടി കഴിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കായിരുന്നു. അപ്പോൾ ഡിവൈൻ ഞാൻ കുറേ കഴിഞ്ഞിട്ടായിരുന്നത് കേട്ടോ. എനിക്ക് കണ്ടമാനം ഫോട്ടോസ്, എൻ്റെ ഫോണിൻ്റെ ചാർജ് ഇതിൻ്റെ ഇടയിൽ ഒന്ന് ബാറ്ററി ലോ ആയി. അപ്പോൾ എനിക്കാണെന്ന് വെച്ചാൽ ഈ എന്താ പറയുക, മറ്റേ പവർ ബാങ്ക് വെച്ചിട്ട് ഇങ്ങനെ ഫോൺ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് എന്തോ അതൊരു ഇഷ്ടമില്ല. എനിക്കത് ഇങ്ങനെ അതിൻ്റെ കേബിൾ പിടിച്ചിട്ട് വർക്ക് ചെയ്യാനായിട്ട് എനിക്കിഷ്ടമില്ല. അപ്പം അങ്ങനെ ഇവരൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ കുറച്ച് നേരം കുട്ടികളുടെ കൂടെ അങ്ങനെ അവരുടെ കളിയൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്നു കേട്ടോ. അപ്പോൾ ഫുൾ ടൈം ചാക്കോച്ചിൻ്റെ, അപ്പോൾ അതിൻ്റെ ഇടയിലാണ് അക്കി ചിലപ്പോൾ ഒന്ന് വിളിക്കും. അപ്പോൾ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ മെസ്സേജും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ സമയത്താണ് ഞാൻ നോക്കുക കേട്ടോ. അപ്പോഴാണ് നമ്മളൊന്ന് ഫ്രീ ആവുള്ളൂ. അതുവരെ ബിസിനസ് ഫോണും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ എൻഗേജ്ഡ് ആവും. അപ്പോൾ ഡാഡിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്ന് ശനിയാഴ്ചയല്ലേ, പാവർട്ടി പെരുന്നാളിൻ്റെ തലേ ദിവസം. അപ്പം ഞങ്ങൾ കാലങ്ങളായിട്ട് പാവർട്ടിയിലുണ്ടായിരുന്നതല്ലേ, അപ്പം നമ്മളുടെ വീടിൻ്റെ മുറ്റത്ത് കൂടെയാണ് എല്ലാവരും ഊട്ടിശാലയിലേക്ക് മതിൽ ചാടി പോവുകയൊക്കെ ചെയ്യുക. അന്നൊക്കെ ഭയങ്കര തിരക്ക്, ഇപ്പോഴത്തെ പോലെയല്ല. ഇപ്പം എനിക്ക് തോന്നുന്നു അന്നത്തേക്കാളൊക്കെ വളരെ തിരക്ക് കുറവായി തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ ഡാഡിക്ക് ഇന്ന് പോകണമെന്നായിരുന്നു ആഗ്രഹം, ലൈറ്റ് കാണാനായിട്ടൊന്ന് പോകാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു ഇന്ന് വേണ്ട, കുട്ടികളെയും കൊണ്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, നാളെ പറ്റിയെങ്കിൽ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അറിയില്ല ഇനിയിപ്പോൾ നാളെ എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ നാളെ പറ്റിയെങ്കിൽ ലൈറ്റ് കാണാനായിട്ടൊന്ന് പോകണം. കാരണം വർഷങ്ങളായിട്ട് നമ്മൾ എന്താ പറയുക തുടർന്ന് പോകുന്ന ഒരു കാര്യമല്ലേ. കഴിഞ്ഞ വർഷം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ ഡിവൈൻ ആകമൊക്കെ അടിച്ചു വരികയാണ്. അപ്പോഴേക്കും ഞാൻ ഇവരുടെ ഫുഡ് കൊടുക്കലും കാര്യങ്ങളൊക്കെ കഴിച്ചു. ഇന്ന് ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഉച്ചയോട് കൂടിയിട്ട് മറ്റേ ചെടികൾ പറിച്ച് നട്ടോട് കൂടിയിട്ട് ഞാൻ നനച്ചു. അതുകൊണ്ട് ഇന്ന് രാത്രി നനയ്ക്കേണ്ട കാര്യം ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ ഒരു കുട്ടി എന്നോട് പറഞ്ഞു, ആൻറ്റി ശ്രദ്ധിക്കണേ വല്ല ജന്തുക്കളുണ്ടാവുമെന്ന്. ഞാൻ അതാ പറഞ്ഞത്, ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ നിൽക്കുമ്പോൾ നമ്മുടെ മക്കളെ 3 ആളെ അഴിച്ചിടും. അപ്പോൾ അവരെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പല്ലിനെ പോലും അകത്ത് ഇങ്ങനെ കടത്തില്ല. പക്ഷേ എനിക്ക് പേടി. ഇന്ന് ആ ഫിഷ് ടാങ്കിൻ്റെ ഉള്ളിൽ എന്തോ ഒന്ന് പുറത്ത് ടാങ്ക് ഉണ്ടല്ലോ, അതിലെന്തോ കണ്ടപ്പോൾ ഞാൻ ഡിവൈനെ വിളിച്ച് വെച്ചപ്പോൾ അതൊരു ശംഖായിരുന്നു കേട്ടോ. എന്നാലും ശ്രദ്ധിക്കണം തന്നെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് നനച്ചത്. അപ്പോൾ നാളെ തൊട്ട് ഞാൻ വിചാരിച്ചു കുറച്ച് നേരത്തെ നനയ്ക്കുക, ഈ രാത്രി നന നിർത്താമെന്ന് ഞാനും വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയൊരായാലും ചവിട്ടി പോകണമെന്നാണ് ആര് പറഞ്ഞാലും നമ്മളത് കേൾക്കണം എന്നാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും ഞാൻ യൂസർ ചേച്ചി എന്നൊക്കെ പറയണത്. ഇതാണ് ഒരു 2-3 ഐഡിയിൽ നിന്ന് നമുക്ക് വരുന്ന കമൻസ് ഇടുന്നവർ കേട്ടോ. അപ്പോൾ ഞാൻ എന്താണ് ഏതാണെന്നൊന്നും ഞാൻ പറയില്ല. നിങ്ങൾക്ക് പരിചയമുള്ളവരുണ്ടെങ്കിൽ പരസ്യമായിട്ട് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാനിതിട്ടത്. കാരണം ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കമൻസാണ് ഇടുക. എന്നിട്ട് ചില സമയത്ത് ഒന്നും അല്ലാത്ത പോലെ നല്ല കമൻസ് ഇട്ടിട്ട് ഞാനൊന്നും അറിഞ്ഞില്ല എന്നുകൊണ്ട് മാറി നിൽക്കുന്ന ഒരു 2-3 പേര്. ഇത് നിങ്ങൾ നോക്കിയറിയാം. 2 മണിക്കൂർ മുമ്പ്, അതായത് ഞാൻ 1-2 എണ്ണത്തിന് മറുപടി കൊടുത്തു കഴിഞ്ഞപ്പോൾ 2 മണിക്കൂർ മുമ്പ് പുതിയ ഒരു ഐഡിയിൽ ഇട്ടിട്ട് വന്നിട്ടുള്ളതാണ്. ഇതാണ് ഇവരുടെ മെയിൻ പണി. അപ്പം ഞാൻ വേണ്ടാന്ന് വിചാരിക്കും, പക്ഷേ ഇവരെന്നെ കൊണ്ട് അത് ചെയ്യിക്കും എന്നാണ് എനിക്ക് തോന്നണം കേട്ടോ. എന്താണ് ഇവരുടെ പ്രശ്നം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ മൂപ്പിളിമ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് നമ്മളെക്കാൾ മൂത്തത്, എനിക്ക് അവരെ അറിയില്ലെങ്കിലും അവരെന്നെ കണ്ടിട്ടുണ്ടാവും, എൻ്റെ പ്രായം മനസ്സിലായിട്ടുണ്ടാവും. എന്നിട്ടും ഇതുപോലെ എന്താ പറയുക കളിയാക്കുന്ന രീതിയിലൊക്കെ മെസ്സേജ് ഇടുമ്പോൾ ഞാൻ ഒന്നും പറയാൻ ആളല്ല. കാരണം അവരെ വളർത്തിയ ദോഷം അത്രേ എനിക്ക് പറയാനുള്ളൂ. കൂടുതലൊന്നും ഞാൻ പറയില്ല. പക്ഷേ ഇനിയും ഇതുപോലെ മെസ്സേജുകളും കാര്യങ്ങളും വന്നാൽ ഞാൻ ബ്ലോക്ക് ചെയ്യില്ല. ഞാൻ അതിൻ്റേതായ നടപടികൾ എടുക്കും എന്ന് ഞാൻ ഉറപ്പിച്ച് പറയാണ്. ചിലപ്പോൾ നമ്മൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട് അറിയുന്ന ആൾക്കാരായിരിക്കാം ഈ കമൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പിന്നയ്ക്ക് വെച്ചത്. പക്ഷേ ഇനി ഞാൻ പിന്നയ്ക്ക് വെക്കില്ല. കുട്ടികളെല്ലാവരും ഒരേ സ്വരത്തിൽ ബാക്കിയുള്ള സബ്സ്ക്രൈബേഴ്സ് എന്നോട് പേഴ്സണലി മെസ്സേജ് അയച്ച് പറഞ്ഞു തുടങ്ങി, ആൻറ്റി ആരാന്ന് വെച്ചാൽ പരസ്യമായിട്ട് പറയണമെന്ന്. അപ്പോൾ ഞാനത് കുറേ പ്രാവശ്യമായി ഞാൻ വേണ്ടാന്ന് വയ്ക്കുന്നു. പക്ഷേ ഇനി ഞാൻ ആ കാല് മുന്നോട്ട് വെക്കാൻ പോവുകയാണ്. വെച്ച കാല് പിന്നിലേക്ക് പിന്നെ വെക്കില്ല. അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യണതിന് മുമ്പ് ഒന്ന് പറയാമെന്നുള്ള ഒരു
ഒരു ഉത്തരവാദിത്തം നമുക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കണമെന്നുള്ളൂ, ശ്രദ്ധിക്കുക. അപ്പോൾ ഈ മെസ്സേജുകൾ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ ഇതിനാണോ എന്ന്. അല്ല, ഇവരുടെ എല്ലാ സ്ക്രീൻഷോട്ടും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്താ പറയുക, ധൈര്യമായിട്ട് പ്രൊസീഡ് ചെയ്യാം. അപ്പോൾ പക്ഷേ ഞാൻ ചെയ്യില്ല, ഒന്നും കൂടി വെയിറ്റ് ചെയ്യും. അപ്പോൾ നാളെ കാണാം. അതുവരേക്ക് ബൈ.